ധന്യ, നമ്മുടെ പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹം ബി ജെ പിയിൽ ഒരു വലിയ സ്ഥാനത്ത് വരുമെന്നൊക്കെ കേട്ടു. എന്തെങ്കിലും നടക്കുമോ? വല്ല രീതിയിലും പ്രയോജനം ഉണ്ടാകുമോ അദ്ദേഹത്തിന്? പ്രശാന്തിൻ്റെ പി സി ജോർജിനെ ഇപ്പോഴും ബി ജെ പിക്കാരനെന്ന് അംഗീകരിക്കാൻ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം ഒരു ബി ജെ പിക്കാരനാണെങ്കിൽ ബി ജെ പിയിലേക്ക് വന്നെങ്കിൽ പോലും ജനപക്ഷത്തിൻ്റെ ഒരു നേതാവായിരുന്നു, MLA ഒക്കെ ആയിരുന്ന ആളാണ്. പക്ഷെ പി സിയെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ, പി സി ജോർജിനോടൊപ്പം നിൽക്കുന്ന കുറേ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ SDPIക്കാർ കുറേ തന്ത്രങ്ങൾ മെനഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹം നിയമസഭയിൽ തോറ്റതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ബി ജെ പിയിൽ ഒരു സ്ഥാനം കിട്ടിയാൽ ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് ചേർത്ത് പിടിക്കാൻ ബി ജെ പിക്ക് പി സി ജോർജിലൂടെ കഴിയുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പി സി ജോർജിനെയും മകനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഒരു നീക്കത്തിന് ബി ജെ പി തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നതാണ്. അതായത് ബി ജെ പിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർ മാറുന്നു, വലിയ പുനഃസംഘടനയുണ്ടാകുന്നു, വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ദേശീയ അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് വരെ മാറുന്നു. JP നദ്ദ നിലവിൽ കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തെ 2 സ്ഥാനങ്ങൾ, ദേശീയ അധ്യക്ഷ സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും നൽകേണ്ട അധ്യക്ഷ സ്ഥാനത്തേക്ക് വേറെ ആളെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള നീക്കങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് പി സി ജോർജിനെ ദേശീയ വൈസ് പ്രസിഡന്റ്, ഇപ്പം നിലവിൽ ബി ജെ പിക്ക് 10 ദേശീയ വൈസ് പ്രസിഡന്റുമാരുണ്ട്. അബ്ദുള്ള കുട്ടി ഉൾപ്പെടെയുള്ള 10 പേരുണ്ട്. അതിൽ രേഖ ശർമ്മ എന്ന് പറയുന്ന ഒരു വൈസ് പ്രസിഡന്റ് ഡൽഹി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അവിടെ ഒരു ഒഴിവ് വരും. ആ ഒഴിവിലേക്ക് പി സി ജോർജിനെ കൊണ്ടുവരിക എന്നുള്ളത് ബി ജെ പി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതിലൂടെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ, അതായത് ക്രൈസ്തവരോട് കുറച്ചുകൂടി കൂടുതൽ അടുക്കാൻ പി സി ജോർജിലൂടെ കഴിയുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബി ജെ പി പി സിക്ക് തക്കതായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് പി സി ജോർജിനെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, പി സി ജോർജ് ഒരിക്കലും ഈ ബി ജെ പിയിലേക്ക് വരുന്നതിന് മുൻപായാലും ശേഷമായാലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടികൂടുന്നത് കണ്ടിട്ടില്ല നമ്മളാരും. ഒരു സ്ഥാനം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജ് ഒരിക്കലും ഒരു വടംവലി നടത്തുന്നതോ, ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതോ, ഒരു പരാമർശം നടത്തുന്നതോ, വിവാദ പരാമർശങ്ങളൊക്കെ ഒരുപാട് നടത്തുന്നുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ. അത് ഈരാറ്റുപേട്ടയിൽ SDPIക്കാരാണ് പി സിയെ തോൽപ്പിച്ചത് എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് പി സി ജോർജ് വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, ഇപ്പോൾ ജനുവരി 6-ാം തീയതി ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം നടത്തിയ പരാമർശം അത് വലിയ രീതിയിൽ വിവാദമായി. അത് യൂത്ത് ലീഗ് പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കേസെടുത്തു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ വിധി വരും എന്നുള്ള വാർത്തകൾ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ സാധ്യതയുണ്ട്, തള്ളി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ചില പ്രസ്താവനകൾ, പരാമർശങ്ങൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, ബുദ്ധർ, ഒരുപാട് മതത്തിൽപ്പെട്ടവർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളെല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വിഭാഗം കുറച്ചാളുകളെ കൊന്നുകളയുന്നു, ഒരു വിഭാഗം രാജ്യത്തെ തീവ്രവാദത്തെ വളർത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നു എങ്കിൽ അത് അന്വേഷിക്കാൻ ഇവിടെ ഒരു ഏജൻസികളുണ്ട്. അത് കൃത്യമായി അന്വേഷണം നടത്തി വേണ്ട കാര്യങ്ങൾ അവർ സ്വീകരിക്കുക. അതിൽ നമ്മൾ പറഞ്ഞ ഒരു വർഗീയത, കാരണം പി സി ജോർജിനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ അത് കേൾക്കാൻ കുറേ ആളുകളുണ്ട് എന്നുള്ളതാണ്. അത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് ഈ പറയുന്ന മുസ്ലിം സമുദായത്തോട് തോന്നുന്ന ഒരു വേർതിരിവ്, അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെയൊക്കെ വേറിട്ട് നിൽക്കുന്ന മറ്റൊരാളുണ്ട്, പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ യുവതലമുറകളിൽ രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ആളാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത്. ഷോൺ ജോർജ് ഒരിക്കലും ഒരു ബി ജെ പിക്കാരനായി നിന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പരിഗണിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ പി സി ജോർജിനേക്കാൾ എതിരെ, അതായത് പി സി ജോർജ് ഏത് ലെവലിലോട്ടാണ് പോകുന്നത് അതിൻ്റെ നേരെ മറുവശത്താണ് ഷോൺ ജോർജ്. കൃത്യമായി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള കാര്യങ്ങൾ വെറുതെ വിടുവായിത്തം പറഞ്ഞു പോകുന്ന ഒരാളല്ല ഷോൺ ജോർജ്. കൃത്യമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് കേസ് കൊടുക്കുകയും അതിൽ കൃത്യമായ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് SFIയുടെ അന്വേഷണവുമായി സഹകരിച്ച് അതിൽ അവർക്ക് നൽകേണ്ട തൻ്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ അവർക്ക് നൽകിക്കൊണ്ട് കൃത്യമായി തന്നെയാണ് ഷോൺ ജോർജ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യുവാക്കളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള
എന്താ പറയുക, സ്വാധീനിക്കാനുള്ള ഒരു കഴിവുണ്ട് ഷോൺ ജോർജിന് യുവാക്കളെ എന്ന് പറയുന്നത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് പിന്നെ മുസ്ലിങ്ങളെ വിരോധികളാക്കാനോ ക്രിസ്ത്യൻസിന്റെ വിരോധികളാക്കാനോ ഹിന്ദുക്കളെ വിരോധിയാക്കാനോ അത്തരത്തിലൊരു നീക്കത്തിനൊന്നും ഷോൺ ജോർജ് തയ്യാറാവാറില്ല. ഇന്ത്യയുടെ വികസനം അതെങ്ങനെയാണ്, അത് 2014 ശേഷം ഏതൊക്കെ തരത്തിൽ വികസനം ഉണ്ടായി, ഏകദേശം 70 വർഷം ഭരിച്ച കോൺഗ്രസ് ഇവിടെ എന്തൊക്കെ ചെയ്തു, ഇന്ത്യയെ മാറ്റാൻ കോൺഗ്രസിന് ഏത് തരത്തിലേക്ക് കഴിഞ്ഞു എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായി പഠിച്ച്, നമ്മൾ പറയും പോലെ സന്ദീപ് വാര്യർ കൃത്യമായി ഹോംവർക്ക് ചെയ്താണ് അധികം ചാനൽ ചർച്ചകളിൽ BJPയെ ഒരു തരത്തിൽ എന്താ പറയുക ഒരു 80% വരെ BJPയെ കേരളത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് സ്വാധീനം ഉണ്ടാക്കി കൊടുക്കാൻ സന്ദീപ് വാര്യരുടെ ചാനൽ ചർച്ചകളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ആരെന്തൊക്കെ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചാലും അത് കൃത്യമായി പഠിച്ചു വന്ന് BJPക്ക് അനുകൂലമായി സംസാരിക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് ഒരിക്കലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ടല്ലെങ്കിൽ പോലും ഷോൺ ജോർജ് പറയുന്ന കാര്യങ്ങൾ എപ്പോഴും യുവാക്കളെ വലിയ രീതിയിൽ സ്വാധീനിക്കാറുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായി കേന്ദ്രം നിരീക്ഷിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ BJP എന്ന് പറയുന്നത് കോൺഗ്രസിനെ പോലെ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തമ്മിലടി നടത്തുന്ന ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഗ്രൂപ്പുകൾ, പിന്നെ കൃഷ്ണദാസ് പക്ഷം, പിന്നെ മുരളീധരൻ പക്ഷം എന്ന് പറഞ്ഞ് 2 പക്ഷത്തേക്ക് മാറിക്കൊണ്ട് പാർട്ടി എങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ടോക്കിൽ നമ്മുടെ ബ്യൂറോ ഹെഡായ വിജയനാഥ് സാർ പറയുകയുണ്ടായി, 5 സീറ്റ് വരെ കേരളത്തിൽ BJPക്ക് 2026 പിടിക്കാൻ കഴിയും. 15 സീറ്റ് വരെയാണ് BJPയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ 5 വരെയെങ്കിലും BJPക്ക് അത് കൃത്യമായി പിടിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ കഴിയുമ്പോഴും അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP കാണിച്ച അതേ വീര്യവും അതേ ഉശിരും അതേ തന്ത്രങ്ങളും കൃത്യമായി 2026 തിരഞ്ഞെടുപ്പ് വരെ BJP പയറ്റിക്കൊണ്ട് പോയാൽ BJPക്ക് അത് നേടാൻ കഴിയുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടത്തെ BJP പക്ഷം എങ്ങനെയാണ്? ഇവിടെ പിന്നെ ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയാക്കുന്നെന്ന് പറയുമ്പോൾ സുരേന്ദ്രൻ കാലുവാരും, സുരേന്ദ്രനെ അധ്യക്ഷനാക്കുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണദാസ് പക്ഷം കാലുവാരും. ഇവിടെ കാലുവാരലിൻ്റെ രാഷ്ട്രീയമാണ് BJP കേരളത്തിൽ നമ്മൾ കാണുന്നത്. കേരളത്തിന് പുറത്തു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത ആശയങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ ഉണ്ടെങ്കിൽ പോലും അത് ഒരു ടേബിളിനുള്ളിലിരുന്ന് പറഞ്ഞു തീർത്ത്, നമ്മളിപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം BJPക്കെതിരെ BJPക്ക് അകത്തു നിന്നുകൊണ്ട് ഏതെങ്കിലും പ്രവർത്തകർ BJP അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾ BJPക്കെതിരെ സംസാരിക്കുന്നത്, BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവർക്കും പിന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു ടേബിളിനുള്ളിൽ ഇരുന്ന് പറഞ്ഞു തീർത്തുകൊണ്ട് പാർട്ടിയെ വളർത്തുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. കേരളത്തിൽ അതല്ല. കേരളത്തിൽ എങ്ങനെയെങ്കിലും അധ്യക്ഷ സ്ഥാനം അത് ആർക്കും വിട്ടുകൊടുക്കാതെ കയ്യിൽ പിടിച്ചു വയ്ക്കുക, അത് മാത്രമാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റം BJPയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് അണികളുണ്ട്. വലിയ തോതിലുള്ള പിന്തുണ ഉണ്ടാകും ക്രൈസ്തവരുടെയും ഈഴവരുടെയും ഒക്കെ ഭാഗത്ത്. കാരണം വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ബന്ധമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഊഷ്മളമായ നല്ല ബന്ധം. അതിലൂടെ കുറെ SNDPക്കാർ BJPയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവരെയൊക്കെ സ്ത്രീകളെ കുറച്ചുകൂടി ആകർഷിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്നുള്ളതാണ്. അത് നോക്കിക്കൊണ്ട് അത്തരത്തിൽ സ്ത്രീകളെ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ മുഖച്ഛായ തന്നെ മാറുകയാണ്. അതിലോട്ടല്ല നീങ്ങുന്നത്. എൻ്റെ സ്ഥാനം എൻ്റെ കസേരകളാകാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകാം മറ്റുള്ളവരെ കുതികാൽ വെട്ടിക്കൊണ്ട് എന്നുള്ളതാണ് BJP ചിന്തിക്കുന്നത്. അതിനിടയിലേക്കാണ് ഷോൺ ജോർജും PC ജോർജും വ്യത്യസ്തനായി നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും ഒരു സ്ഥാനം BJPയിൽ ഉണ്ടാകും. കേന്ദ്രം ആ നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. PC ജോർജ് വൈകാതെ ഒരു ദേശീയ നേതൃത്വത്തിലേക്ക് വരും എന്നാണ് സൂചനകൾ. തീർച്ചയായിട്ടും അതിന് കാത്തിരിക്കാം. അതെ.